ഒരു കണ്ടെത്തി എന്ന് ഇപ്പോൾ അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. വേറെ ഒന്നുമല്ല, എനിക്ക് ആരോടും വിരോധമോ വൈരാഗ്യമോ ഒന്നുമില്ല. പക്ഷെ തുറന്നു പറയാം, ഇത് ഒരു മനുഷ്യന് വേണമെങ്കിൽ ആത്മഹത്യ ചെയ്യാം. ഒരു മനുഷ്യന് വേണമെങ്കിൽ ഈ സംഭവത്തിൽ എനിക്ക് ഭയങ്കരമായൊരു ഇതെന്തായാലും ശരി, ഇതിലിങ്ങനെ യഥാർത്ഥ പ്രതിയെ പിടിച്ചതിൽ വളരെ സന്തോഷമാണ്. കാരണം ഞാൻ കുറച്ച് ദിവസം കൊണ്ട് അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള ഒരു വിഷമം, പ്രയാസം, അതെല്ലാം അതിൽ നിന്ന് മാറിയത് വളരെ സന്തോഷമുണ്ട്. അതിൽ കേരള പോലീസിന് വളരെയധികം നന്ദി. കൊല്ലം ചിതറയിൽ പ്രതിയുടെ വീട്ടിൽ മോഷണം നടത്തിയ എക്സൈസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ. ചടയമംഗലം എക്സൈസ് ഓഫീസിലെ സിവിൽ എക്സൈസ് ഓഫീസർ ഷൈജുവാണ് അറസ്റ്റിലായത്. ഇയാൾ ഇളമ്പഴന്നൂർ സ്വദേശിയാണ്. 2023 ഡിസംബർ 1 രാത്രി 10 മണിക്ക് ചിതറ മാങ്കോട് തെറ്റിമുക്കിൽ അൻസാരി മൻസിലിൽ അൻസാരി വ്യാജ വാറ്റ് നടത്തുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചടയമംഗലം എക്സൈസ് സംഘം എത്തി വാറ്റുപകരണങ്ങൾ ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്ത് അൻസാരിയെ അറസ്റ്റ് ചെയ്തിരുന്നു. അൻസാരിയുടെ വീട്ടിൽ നടന്ന മോഷണവുമായി ബന്ധപ്പെട്ട് താങ്കളെ ചോദ്യം ചെയ്യുന്ന ഘട്ടം വരെ ഒന്ന് പോലീസ് എത്തിയിരുന്നു. എന്നാൽ ഇന്ന് ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ വീട്ടിലെത്തിയ എക്സൈസുകാർ തന്നെയാണ് ഈ ഇതിൽ പ്രതികളെന്ന് താങ്കൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. കാരണം പോലീസ് ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. താങ്കൾക്ക് ഇതുവരെ വളരെയധികം ഈ മതവുമായി ബന്ധപ്പെട്ട മാനസിക പ്രയാസവും ബുദ്ധിമുട്ടുകളും പല ഭാഗത്തു നിന്നും ഉണ്ടായി. തീർച്ചയായും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ശരിക്കും ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ കണ്ടെത്തി എന്ന് പറയുമ്പോൾ ആദ്യമേ പറയട്ടെ, വളരെ സന്തോഷമുണ്ട് ഞാനും വൈഫും. ഇത് സംഭവിച്ചെന്ന് വെച്ചാൽ വളരെ യാദൃച്ഛിക സംഭവം എന്ന് പറയാം. ഒരുപക്ഷെ സ്വാഭാവികമായിട്ടും എന്നിലേക്ക് അല്ലെങ്കിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട് സക്കീർ, ഞങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്ന രീതിയിലാണത് സംഭവിച്ചത്. എൻ്റെ മകളുടെ കല്യാണം കഴിഞ്ഞ ഡിസംബർ 24 ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും തൊട്ടടുത്തൊരു വീടാണ്, അവിടെ അദ്ദേഹം ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. എൻ്റെ ഒരു സുഹൃത്താണ്. അപ്പോൾ കുറച്ച് പേരെ താമസിക്കണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നത്. ഒരു എറണാകുളത്തൊക്കെ വൈഫിൻ്റെ കുറേ റിലേറ്റീവ്സ് വരും. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ബുദ്ധിമുട്ടാണ്, താമസിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിനുശേഷം പറഞ്ഞ് പുറത്തുള്ള ബാത്റൂം വേണമെങ്കിൽ ഉപയോഗിക്കാം എന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ ഡിസംബർ 1 ആണെന്ന് തോന്നുന്നു, ഒരു രാത്രി ഒരു 9:30 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എക്സൈസ് ടീം വരികയും, അപ്പോൾ അതിൻ്റെ എക്സൈസ് ടീമായിരിക്കുന്ന മിസ്റ്റർ ഷാനവാസ് എൻ്റെ ക്ലാസ്മേറ്റും സുഹൃത്തുമാണ്. അപ്പോൾ അത് എന്നെ വിളിച്ചു, അങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ ഈ അൻസാരി എന്ന് പറയുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് ജീപ്പിൽ എടുത്തിരിക്കുകയാണ്. അങ്ങനെ വീട് തുറന്ന് എന്നെ അവിടെ വിളിച്ചു നോക്കുമ്പോഴത്തേക്ക് ഒരു റൂമിനകത്ത് നമ്മൾ സിനിമയിൽ പോലും കാണുന്ന തരത്തിലുള്ള ഭയങ്കരമായ ഒരു വാറ്റ് ഉപകരണങ്ങളും മറ്റൊക്കെ ഉണ്ടായി. അപ്പോൾ സത്യത്തിൽ നമ്മൾ ഞെട്ടിപ്പോവുകയാണ്. തൊട്ടടുത്ത വീട്ടിൽ ചെറിയ സംഭവം ഉണ്ടായിട്ട് അപ്പോൾ മനസ്സിലായി ഇതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം വീട് തരാത്തത്, ആൾക്കാരെ താമസിപ്പിക്കുകയാണ്. സ്വാഭാവികമായിട്ടും തരേണ്ടതാണ്. അപ്പോൾ അതിനുശേഷം ഇദ്ദേഹം ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞിട്ട് ഷാനവാസ് എന്നോട് പറഞ്ഞ് ചാവി ഒന്ന് സൂക്ഷിക്കണം, ക്ലാസ്മേറ്റ് സുഹൃത്താണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു അതെനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിന് അൻസാരിക്കും അത് ബുദ്ധിമുട്ടായിരുന്നു എന്നിൽ ഏൽപ്പിക്കാൻ. അപ്പോൾ അൻസാരിയുടെ നിർദ്ദേശം എന്ന് വെച്ചാൽ സക്കീർ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ ബന്ധുവൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പോൾ വിളിക്കുകയും, സക്കീറിൻ്റെ ഭാര്യയുടെ സുഹൃത്താണ്, അദ്ദേഹം ഇവിടെ വരികയും ഈ ഡോക്യുമെന്റ്സ് എല്ലാം അതിന്റെ ചാവി ഉൾപ്പെടെ ഈ സക്കീറിൽ ലഭിക്കുകയും ഒരു 11 മണിയോടുകൂടി ഒരു ടെപ്പ വിളിച്ചിട്ട് കൊണ്ടുപോവുകയാണ്. അതിനുശേഷം എൻ്റെ കല്യാണം അടുത്ത് വരുന്ന സമയത്ത് ഞാൻ സക്കീറിനോട് പറഞ്ഞു, സക്കീറെ എനിക്ക് ബാത്റൂം ഉപയോഗിക്കാൻ പറഞ്ഞിരുന്നു, ചാവി നിന്റെയിലാണല്ലോ, അത് ബുദ്ധിമുട്ടാണ്, അവൻ്റെ അനുവാദം തരാൻ പറ്റില്ല എന്ന് പറയുകയും ഞാനും സക്കീറിനോട് ജയിലിൽ പോയി അദ്ദേഹത്തെ കാണാൻ. കാര്യം ഒരു മാനസികമായിട്ട് അവൻ തെറ്റ് എന്തായിക്കോട്ടെ എങ്കിലും ഒരു മാനസിക പരിഗണന വെച്ചിട്ട് ഞാൻ കാണാൻ പോകുന്നല്ലോ. അപ്പോൾ ഞാൻ സക്കീറിനെ പോവുകയും അപ്പോൾ സക്കീറിനോട് എന്നോട് അനുവാദം തന്നു ബാത്റൂം ഉപയോഗിച്ച് കൊള്ളാനായിട്ട്, പുറത്തെ ബാത്റൂം. അപ്പോൾ ഞാൻ കല്യാണത്തിൻ്റെ തലേദിവസം 23 ആണെന്നോ അദ്ദേഹത്തിനെ വിളിക്കുന്നുണ്ട്, വെള്ളം തീർന്നു പോയി ബാത്റൂമിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും വെള്ളം അടിക്കണമെങ്കിൽ അകത്താണ് മോട്ടറിൻ്റെ സ്വിച്ച് ഇരിക്കുന്നത്. അപ്പോൾ സക്കീർ വരികയും ഇനി ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, അകത്ത് ഒരുമിച്ച് കയറുകയും ഹാളിൽ നിന്ന് കിച്ചണിലേക്ക് ഇറങ്ങുകയും കിച്ചണിൽ നിന്ന് പുറത്തേക്കുള്ള വാതിൽ തുറക്കുകയും തിരിച്ച് കിച്ചണിൽ നിന്ന് ഹാളിൽ കയറുകയും അവിടെ ഡോർ ലോക്ക് ചെയ്യുകയും ഫ്രണ്ട് ഡോർ ലോക്കും ചെയ്തിട്ട് സക്കീർ ചാവിയും കൊണ്ട് പോവുകയാണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, വെള്ളം തീരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കിച്ചണകത്ത് കയറാം, മോട്ടർ ഓണം ഓഫ് ആക്കാം, വീണ്ടും ആകാം. എനിക്ക് അവിടെ മാത്രമേ പറ്റുള്ളൂ. ഇതെല്ലാം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് അടുത്ത തിങ്കളാഴ്ച സക്കീർ ഇതുവരെ വരെയും സെയിം സംഭവം ചെയ്തിട്ട് ലോക്ക് ചെയ്തിട്ട് പുള്ളി തിരിച്ചു പോവുകയാണ്. അപ്പോൾ ജനുവരി ഒരു 11-12 ആണെന്ന് തോന്നുന്നു, രാത്രി ഇവിടെ വെട്ടം കാണുന്നു, ഇദ്ദേഹം റിലീസായി. അപ്പോൾ സ്വാഭാവികമായിട്ടും സക്കീർ വന്നു, ഞാനും അങ്ങോട്ട് പോയി. അപ്പോഴാണ് അവിടെയാണ് സംസാരം അറിയുന്നത്. ഇവരും സംസാരിക്കുന്നത്, സക്കീറൊക്കെ ഞങ്ങളത് ഞാൻ പറഞ്ഞില്ലായിരുന്നു, എൻ്റെ മൊബൈല്, മാല, സ്വർണ്ണമാല, അതുപോലെ തന്നെ പണമോ കാണുന്നില്ല. ഞാൻ ആ നിമിഷമാണ് അറിയുന്നത്. കാരണം ഒരുമിച്ച് ഞാനും സക്കീറും ജയിലിൽ പോകുമ്പോൾ പോലും സക്കീർ എന്നോട് പറയുന്നില്ല, അത് പറയരുത്, കാരണം ചില രഹസ്യം ഉള്ളതാണല്ലോ. ഈ അൻസാരി സക്കീറിനോട് പറഞ്ഞു എന്ന് പറയുന്നു ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം. പക്ഷെ സക്കീർ അത് നോക്കിയില്ല എന്നാണ് സക്കീർ പറഞ്ഞത്. എന്ത് തന്നെയായാലും പിറ്റേ ദിവസം സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിച്ചു, എന്നിട്ട് പരാതി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെന്നു മൊഴി കൊടുത്തു. ഞാൻ നടന്ന ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം പറയുകയും അപ്പോൾ അതിനുശേഷം വീണ്ടും പല പ്രാവശ്യം വിളിക്കുകയും ഉദ്യോഗസ്ഥന്മാരോടൊന്ന് അന്വേഷിക്കുമ്പോൾ ഡോർ ബ്രേക്ക് ചെയ്തിട്ടില്ല, ഒരു തരത്തിലും ഒരാൾക്ക് കിച്ചണിൽ നിന്ന് റൂമിനകത്ത് കയറാൻ പറ്റില്ല. അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ എന്നെ ബുദ്ധിമുട്ടില്ലെങ്കിൽ പോലും
സമൂഹത്തിൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായി. കാരണം ഞാനൊരു പാർല കോളേജിലും PSC പഠിപ്പിക്കുന്ന ഒരു പുസ്തകമൊക്കെ എഴുതിയിട്ടുള്ള ഒരു അധ്യാപകനാണ്. അപ്പോൾ പ്രൈവറ്റായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ സമൂഹത്തിൽ കുറച്ച് പേരെങ്കിലും വിചാരിച്ചു അറിഞ്ഞും അറിയാതെയും ഒരുപക്ഷെ അയൽവക്കക്കാർ ഉൾപ്പെടെ ഒരു സംശയദൃഷ്ടിയിൽ ഞങ്ങളെ കണ്ടു. എൻ്റെ വൈഫൊക്കെ തന്നെ മാനസികമായിട്ട് വളരെയധികം തകർന്നു പോയി. കല്യാണമൊക്കെ ആയതുകൊണ്ട് ഗോൾഡ് എടുത്തായിരിക്കാം. ഈ അൻസാരി തന്നെ ഒരു പോലീസിനോട് പറഞ്ഞു, കല്യാണത്തിന് ഗോൾഡ് ആവശ്യമുണ്ട്, നമ്മുടെ വീടിന് ജപ്തിക്ക് വേണ്ടി ബാങ്കുകാരൊക്കെ വരുന്ന സാമ്പത്തിക പ്രതിസന്ധിയുള്ള ആളാണ് ഇദ്ദേഹം എന്ന രീതിയിലേക്ക് അവിടെ സംസാരിക്കുന്നുണ്ട്. എനിക്ക് ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. പക്ഷേ അതിൽ ഒന്ന് രണ്ട് ഉദ്യോഗസ്ഥന്മാർ SI ഉൾപ്പെടെ അഭിലാഷ് സാർ ഉൾപ്പെടെയാണെന്ന് തോന്നുന്നു നല്ല രീതിയിൽ അന്വേഷണം നടത്തി. എന്നോട് പിന്നെ പറഞ്ഞു, താങ്കൾക്ക് ഇതിനകത്ത് ഒരു വിളിച്ചൊരു ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും താങ്കൾ ഇതിനകത്ത് പങ്കല്ല, എങ്കിലും താങ്കൾ അതിന് ബുദ്ധിമുട്ടിക്കത്തില്ല. ഈ അൻസാരിയുടെ ഒരു സുഹൃത്ത് പോലും ഇവിടെ വന്നിട്ട് മദ്യപിച്ചിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നെ ശല്യം ചെയ്യാൻ ശ്രമിച്ചു. നിങ്ങളാണോ അവിടെ താമസിച്ചു, കല്യാണത്തിൽ വേണോ, നിങ്ങളാണോ ഇവിടെ താമസിച്ചുകൊണ്ട് അങ്ങനെ ഒത്തിരി ഹരാസ് ചെയ്തു. അപ്പോൾ അതിനെതിരെ ഞാൻ അൻസാരിക്ക് ഒരു പരാതിയും കൊടുത്തു. അൻസാരി വിളിപ്പിച്ചു. അപ്പോൾ ഇനി മേലെ അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയുകയും ചെയ്തു. എന്തായാലും ഇങ്ങനെ ഒരു കണ്ടെത്തി എന്ന് ഇപ്പോൾ അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. വേറെ ഒന്നുമല്ല, എനിക്ക് ആരോടും വിരോധമോ വൈരാഗ്യമോ ഒന്നുമില്ല. പക്ഷെ തുറന്നു പറയാം, ഇത് ഒരു മനുഷ്യന് വേണമെങ്കിൽ ആത്മഹത്യ ചെയ്യാം. ഒരു മനുഷ്യന് വേണമെങ്കിൽ ഈ സംഭവത്തിൽ ആത്മഹത്യ ചെയ്യാം. താങ്കളുടെ സുഹൃത്തായ അൻസാരി എക്സൈസ് അറസ്റ്റ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നൊരു വിഷയമാണ് സംഭവം. താങ്കൾ സുഹൃത്തായതിന്റെ പേരിൽ വീട്ടിൽ മറ്റാരും ഇല്ലാത്തതുകൊണ്ട് താക്കോല് താങ്കളെ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇദ്ദേഹം പുറത്തിറങ്ങിയിട്ട് ഇദ്ദേഹത്തിന് കുറെ സ്വർണങ്ങളും പണവും ടോർച്ചും മറ്റുമൊക്കെ നഷ്ടപ്പെട്ടതറിയുകയും താങ്കളെ ഉൾപ്പെടെ പ്രതി പട്ടികയിൽ ചേർത്തുകൊണ്ടാണ് ഇദ്ദേഹം പരാതിയുമായി മുന്നോട്ട് പോയത്. എന്നാൽ ഇന്ന് ഇപ്പം ആ സംഭവവുമായി ബന്ധപ്പെട്ട് അന്ന് റെയ്ഡിന് വന്ന ഒരു എക്സൈസ് ഉദ്യോഗസ്ഥനെ ചിതറ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എങ്ങനെയാണ് താങ്കൾ ഈ സംഭവം കാണുന്നത്? ഇതിൽ യഥാർത്ഥ പ്രതി അറസ്റ്റ് ചെയ്തതിൽ കേരള പോലീസിന് വളരെ വളരെ എന്റെ ഭാഗത്ത് നന്ദിയിരിക്കും, എന്റെ കുടുംബത്തിന് നന്ദി. കാരണം ഞാനിതിൽ നിരപരാധിയാണ് തികച്ചും. എന്നെ രാത്രി വിളിച്ചു പറയുന്നു ഇങ്ങനെ സംഭവമുണ്ട്, ചെല്ലാൻ പറയുന്നു. ചെന്നിട്ട് പറഞ്ഞിട്ട് ഇയാളെ ജാമ്യത്തിൽ വന്നതിന് ശേഷം പറയുന്നു എന്റെ സ്വർണം കാണാനില്ല. അപ്പൊ ഞാൻ എന്റെ അടുത്തൊരു സുഹൃത്ത് വേറൊരാള് പുള്ളിയുടെ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിയുടെ വെളിയിൽ ബാത്റൂമോ മറ്റു കാര്യങ്ങളില്ലാത്തതിനെ കൊണ്ട് ഇതൊന്ന് തുറന്നു കൊടുത്തിട്ട് ഞാൻ മോട്ടോർ ഓണാക്കാനുള്ള സംവിധാനം ചെയ്ത് കൊടുത്ത് ഞാൻ ഇങ്ങ് പോവുകയാണ് ചെയ്തത്. രണ്ടാമത്തെ പ്രാവശ്യം ചെന്നിട്ട് പൂട്ടിയിട്ട് ലോക്ക് എതിഞ്ഞ് പോന്നു. ഇയാൾ ഇത് കഴിഞ്ഞിട്ട് വന്നിട്ട് ചിതറ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്ത് 2-3 പ്രാവശ്യം എന്നെ ഹറാസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അപ്പൊ ഞാൻ അവിടുത്തെ കാര്യങ്ങൾക്ക് പറഞ്ഞു നിരപരാധിയാണ് ഞാനിത് അറിഞ്ഞിട്ടില്ല, ഞാനൊരു മാനുഷിക പരിഗണന വെച്ച് സഹായിക്കാൻ പോയതാണ്. ഈ മോളുടെ കല്യാണം പ്രമാണിച്ച് അവർക്ക് ബാത്റൂം വെളിയിലൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ ആ കക്ഷിയെ സഹായിക്കാൻ പോയതാണ്. ഞാൻ പോയിട്ട് തിരിച്ചു വന്നു. പക്ഷേ അത് പുള്ളി അത് പിന്നെ പല സ്ഥലങ്ങളിലും പോയി നമ്മുടെ നാട്ടിൽ മൊത്തം ഇങ്ങനെ പറഞ്ഞു വരുത്തി ഞാനാണ് ചെയ്തത്, ഞാനും മറ്റേയാളും കൂടി ചെയ്തതെന്ന് എനിക്ക് മാനസികമായിട്ടും ഭയങ്കരമായി ബുദ്ധിമുട്ടുണ്ടായി. ഞാനൊരു പൊതുപ്രവർത്തനാണ്. നേരത്തെ ഞാൻ കോൺഗ്രസ് പ്രവർത്തനത്തിൽ നിന്നിട്ടുള്ള കക്ഷിയാണ്. ബ്ലോക്ക് പഞ്ചായത്തിൽ 2005 മത്സരിച്ച ഒരാളാണ്. ഞാൻ ജമാഅത്തിന്റെ ഒരു വൈസ് പ്രസിഡന്റും സെക്രട്ടറിയും ആയിരുന്ന ഒരാളാണ്. ഇപ്പൊ നിലവിൽ സെക്രട്ടറിയാണ്, വൈസ് പ്രസിഡന്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ആൾ ഒരിക്കലും എന്റെ ഭാഗത്തുനിന്നല്ല. അങ്ങനെ ഞാൻ അവർ പോലീസുകാർ പറഞ്ഞു, നിങ്ങൾ വന്ന് എന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് അന്വേഷിക്കണം. അപ്പൊ അങ്ങനെ സംഭവം നമ്മളെ ഭാഗത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ ഇന്നുവരെ അങ്ങനെ സംഭവത്തിലേക്ക് വന്നിട്ടില്ല. നമ്മൾ രാഷ്ട്രീയ പുള്ളി അൻസാരിയുടെ ഫോൺ ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയാണ് പോലീസ് ഇപ്പൊ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് ഈ എക്സൈസ് ഉദ്യോഗസ്ഥർ? അല്ല, അന്നേ ഇതില് പിന്നെ ഈ പറയുന്ന സംഭവം ഇങ്ങനെ ഈ അറിഞ്ഞ ജാമ്യത്തിൽ ഇറങ്ങി വന്നതിന്റെ അന്ന് വക്കീൽ ഉൾപ്പെടെ എന്നെ വിളിച്ചപ്പോൾ തന്നെ എനിക്ക് സംശയം തോന്നിയ കാര്യമാണത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു റെയ്ഡ് നടന്ന വീട്ടിൽ അവൻ മാത്രമേ അവിടെ ഉള്ളൂ. അപ്പൊ ആ വീട്ടിൽ മൊത്തം സാധനങ്ങളും വാരി വലിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇല്ലായിരുന്നു, ഇവിടെ ഉണ്ട് എന്നുള്ളതിനെ പറയുന്നു. നമുക്കും അറിയത്തില്ല. അപ്പൊ ഇതിലെ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഇതിൽ എക്സൈസ് ആടെ പങ്കുണ്ട്. ഇത് എല്ലാവരും ഉണ്ടാവത്തില്ല, ആരും ഇതിലൊരു പങ്കുണ്ട്. കാരണം നിന്നെ ഇവിടെ പിടിച്ച് വിലം കൊണ്ട് നിന്നെ അവിടെ ഇരുത്തിയപ്പോൾ പിന്നെ എല്ലാവർക്കും അവിടെ കയറി നോക്കാം. അപ്പൊ നോക്കിയപ്പോൾ ഒരാൾ കിട്ടി പോക്കറ്റ് എടുത്ത് വെച്ചിട്ട് പോവാം. അങ്ങനെയൊക്കെ സംഭവിക്കാം. നീ അവരുടെ പേരിലൂടെ കൂട് കേസ്, അവരെയും കൂടെ വിളിച്ചു വരുത്തിയിട്ട് നമുക്ക് തെളിയിക്കാം. പിന്നെ ഏത് സ്ഥലത്തും ഞാൻ തെളിയിക്കാൻ വരാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് അതില് പിന്നെ നൂതന മാർഗങ്ങൾ സ്വീകരിച്ചാലും ഞാൻ അന്വേഷണത്തിൽ സഹകരിക്കാമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിലിപ്പോ എനിക്ക് ഭയങ്കരമായൊരു ഇതെന്തായാലും ശരി, ഇതിലിങ്ങനെ ഒരു യഥാർത്ഥ പ്രതിയെ പിടിച്ചതിൽ വളരെ സന്തോഷമാണ്. കാരണം ഞാൻ കുറച്ച് ദിവസം കൊണ്ട് അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള ഒരു വിഷമം, പ്രയാസം, അതെല്ലാം അതിൽ നിന്ന് മാറിയത് വളരെ സന്തോഷമുണ്ട്. അതിൽ കേരള പോലീസിന് വളരെയധികം നന്ദി പറയുന്നു. റിമാൻഡിലായ അൻസാരി 42 ദിവസം തടവിൽ കഴിഞ്ഞു. തുടർന്ന് ജാമ്യത്തിലിറങ്ങിയ ഇയാൾ വീട്ടിലെത്തി തന്റെ കിടപ്പുമുറിയിലെ മെത്തയുടെ അടിയിൽ സൂക്ഷിച്ചിരുന്ന 5 പവൻ സ്വർണ്ണമാലയും 10 ഗ്രാം തൂക്കം വരുന്ന ലോക്കറ്റും ഒരു ടോർച്ചും മൊബൈൽ ഫോണും നഷ്ടപ്പെട്ടെന്ന് കാണിച്ചുകൊണ്ട് ചിതറ പോലീസിൽ പരാതി നൽകി. തുടർന്നാണ് കടയ്ക്കലിലെ പ്രമുഖ അഭിഭാഷകനായ വിനയനെ അൻസാരി സമീപിക്കുകയും കടയ്ക്കൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ CMB ഫയൽ ചെയ്യുകയും ചെയ്തത്. പോലീസ് ശരിയായി അന്വേഷണം നടത്തിയിട്ടില്ലെന്നും CD ഫയൽ കോടതിയിൽ ഹാജരാക്കണമെന്നും ആവശ്യപ്പെട്ടു. തുടർന്ന് പോലീസിനോട് കേസ് അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ വെള്ളിയാഴ്ച ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അൻസാരിയുടെ നഷ്ടപ്പെട്ട മൊബൈൽ ഫോൺ കൈവശം വെച്ച് ഉപയോഗിച്ച എക്സൈസ് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ചിതറ പോലീസിന്റെ പിടിയിലായത്. മറ്റ് നഷ്ടപ്പെട്ടെന്ന് പറയുന്ന സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെ കണ്ടെത്താനും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്.